ഹലോ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. ഇതിന് ട്രാവൽ വ്ളോഗ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹൈലി ഇൻട്രോവേർട്ടും അതുപോലെ പുറത്തിറങ്ങിയ ഫോൺ എടുക്കാൻ ഭയങ്കര മടിയുള്ള ഞാൻ എൻ്റെ ട്രാവലിനിടയ്ക്കെടുത്ത 2-3 ക്ലിപ്സൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ആണ്, ഒരു ട്രാവൽ വീഡിയോ. സോ ഗൈസ്, ദിസ് ഈസ് ഇന്നത്തെ ക്രേവിങ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് മാർച്ച് 8 പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ എന്താ അത്ര വൈകിയെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി, അല്ലാണ്ട് എന്താ. മാർച്ച് 8 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, വുമൻസ് ഡേ ആയിരുന്നു. അതെ, വുമൻസ് ഡേയുടെ അന്ന് ഞങ്ങൾ കുറച്ച് വുമൻസ് മാത്രം പോയ ഒരു ട്രിപ്പിൻ്റെ ദിവസം. കുറേ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു സ്ഥലം, ഒന്നല്ല 2 സ്ഥലങ്ങൾ ഞാനന്ന് വിസിറ്റ് ചെയ്തു. ഇത് കൊല്ലത്തുള്ള മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അതെ, മൺട്രോത്തുരുത്തായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. വെള്ളം എന്നാണോ പറയുക അതോ വഞ്ചി എന്നാണോ പറയുക? എന്തായാലും നമുക്ക് വഞ്ചി പിടിക്കാം. വഞ്ചിയിൽ ഒരു 2 മണിക്കൂർ ട്രാവൽ, കായലിൻ്റെ നടുക്കിൽ കൂടെ കുറേ കുഞ്ഞു തുരുത്തുകളൊക്കെ കണ്ട് അങ്ങനെ ഒരു 2 മണിക്കൂർ. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ വഞ്ചി തുഴയുന്ന ചേട്ടന്മാരൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു 42 പേരോളം ഉണ്ടായിരുന്നു ഈ ട്രിപ്പിന്. സോ 6 വഞ്ചിയിലായിട്ടാണ് ഞങ്ങളെല്ലാവരും പോയത്. ഒരു വഞ്ചിയിൽ 7 പേരോളമാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരുന്ന വഞ്ചിയിലെ ചേട്ടൻ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ചേട്ടൻ കയറിയപ്പോൾ തുടങ്ങി പാട്ടൊക്കെ പാടി നല്ല അടിപൊളി വൈബായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ നമ്മുടെ വഞ്ചിയിലെ ചേട്ടന്മാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. വഞ്ചി മാത്രമല്ല, ബോട്ട് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. കായലിൻ്റെ നടുക്കിൽ കൂടെയാണ്, ചുറ്റും വെള്ളമാണെന്നൊക്കെ പറഞ്ഞ് ഒരു കുപ്പി വെള്ളം പോലും എടുക്കാതെ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. കയ്യിലാവശ്യത്തിന് വെള്ളവും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാക്സും ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം, കയ്യിൽ കുടയോ തൊപ്പിയോ എന്തെങ്കിലും മസ്റ്റായിട്ട് കരുതണം കേട്ടോ. അതല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്താണ് നിങ്ങൾ പോണേന്നുണ്ടെങ്കിൽ കരിഞ്ഞുണങ്ങി വശം കെടും. ഞങ്ങളുടെ വഞ്ചിയിലുള്ളവർ നല്ല അനുസരണമുള്ള കുട്ടികളായതുകൊണ്ട് ഒറ്റണതിൻ്റെ കയ്യിൽ കുടയുണ്ടായില്ല, തൊപ്പി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളുടെ വഞ്ചി തുഴഞ്ഞ ചേട്ടൻ ഏതോ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് കുടയും തൊപ്പിയും ഒക്കെ ഒപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്. ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടോറ ഐലൻഡ്. പണ്ടോറ എന്നല്ലേ പറഞ്ഞേ? അങ്ങനെ എന്തോ ഒരു പേരാണ് ആ ചേട്ടൻ പറഞ്ഞു തന്നെ, ഓർക്കുന്നില്ല. എങ്ങനെ ഓർക്കാനാ? 8-ാം തീയതി പോയ ട്രിപ്പ് ഇപ്പം എഡിറ്റ് ചെയ്യാനിരുന്ന എന്തേലും ഓർക്കോ? നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വെളുപ്പിനൊരു 5:30 ആയപ്പോഴാണ് കേട്ടോ. നമ്മളെത്തിയപ്പോൾ 12 മണിയുടെ അടുത്തായി. അതുകൊണ്ട് തന്നെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. കുടയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾ നല്ല പോലെ വെയിലത്ത് വെന്തുരുക്കിയിട്ടുണ്ട്. നിങ്ങളിതാ ഈ കാണുന്ന സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ മാങ്ങയുടെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷേ സാധനം മാങ്ങയൊന്നുമല്ല കേട്ടോ, ഒതളങ്ങാന്നോ അങ്ങനെ എന്തോ ആണ് ആ പുള്ളി അതിൻ്റെ പേര് പറഞ്ഞ്. സംഭവം കഴിക്കുന്നൊന്നുമല്ല, വിഷമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. സോ പേരറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഭാഗത്ത് ഈ സാധനം ഒത്തിരി കണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിതാ ഈ പാലം കണ്ടോ? ഈ പാലത്തിൻ്റെ പേര് 4 മണി പാലം എന്നാണ്. വൈകുന്നേരം 4 മണിയാവുമ്പോൾ ഈ പാലത്തിൻ്റെ അടുത്ത് വന്ന നല്ല കാറ്റായിരിക്കും എന്നാണ് ഞങ്ങളുടെ വഞ്ചിയിലുള്ള ചേട്ടൻ പറഞ്ഞത്.
അങ്ങനെയാണത്രേ ഈ പാലത്തിന് 4 മണി പാലം എന്ന് പേര് വന്നത്. ആ പിന്നെ നമ്മുടെ വഞ്ചിയിൽ എക്സ്ട്രാ 2-3 പങ്കായം കൂടി ഉണ്ടാവും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അത് തുഴയൊക്കെ ചെയ്യാവേ. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ദാ ആ ഫ്രണ്ടിൽ കാണുന്ന ഒരു ചെറിയ കനാല് കണ്ടു, അതിൻ്റെ അടിയിൽ കൂടെയാണ് ഇനി നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. സോ അത് ക്രോസ് ചെയ്യുന്നവരെ തല കുനിച്ചിരുന്നില്ലെങ്കിൽ തല ആ കനാലും ഇരിക്കുവേ. ഇതുപോലെ ഒരു 3-4 കനാലോളം നമ്മളിങ്ങനെ തല കുനിച്ച് പോകേണ്ടതുണ്ട് കേട്ടോ ഈ ട്രാവലിൻ്റെ ഇടയ്ക്ക്. ഇതെല്ലാം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഞാനിതൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ദാ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ വലയൊക്കെ കെട്ടിയിട്ടേക്കുന്നില്ലേ, മീൻ കെട്ടുകളാണെന്നാണ് പറഞ്ഞത്. നമ്മളിൽ പോകുന്ന പൂക്കിൽ ഒത്തിരി പേര് ഇവിടെ ചൂണ്ടിടുന്നതൊക്കെ കണ്ടായിരുന്നേ. ദേ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഒരു കൂട്ടം കുഞ്ഞു മീനുകൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം അത് കിട്ടിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടൽക്കാടുകളുടെ നടുവിൽ കൂടെ ഇതുപോലൊരു യാത്ര അത് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സാധനം പറന്നു പോണ പോലെ തോന്നിയോ? അത് മീൻ ചാടണതാണ്. ഫസ്റ്റ് അങ്ങനെ പോയപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു, എന്തൊട്ടാണാവോ എന്ന് വിചാരിച്ച്. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മീനുകൾ ചാടണതാണെന്ന് മനസ്സിലായേ. അല്ല, ഞാനിതിൻ്റെ റേറ്റൊന്നും പറഞ്ഞില്ലല്ലോ. വഞ്ചിയിൽ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ ഈ 2 മണിക്കൂർ പോകുന്നതിന് 170 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് പെർ ഹെഡ്. അത് നഷ്ടമൊന്നുമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലപോലെ എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ ഈ ട്രിപ്പിൽ. പക്ഷേ ഉച്ച കഴിഞ്ഞ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഭേദം. ഞങ്ങളെപ്പോലെ നട്ടുച്ചയ്ക്കൊക്കെ ചെന്നാൽ പൊള്ളി പണ്ടാരടങ്ങും. അതുപോലത്തെ ചൂടല്ലേ ഇപ്പോൾ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ബോട്ട് സർവീസസും അവൈലബിൾ ആണെന്ന്. ബോട്ട് സർവീസിന് റേറ്റ് വേറെയാണ് കേട്ടോ. പിന്നെ ഈ പോകുന്ന പോക്കിൽ കയാക്കിങ് ചെയ്യുന്നവരെയും കണ്ടായിരുന്നു കേട്ടോ. കയാക്കിങ്ങിനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. ദാ നേരെ ഫ്രണ്ടിൽ കാണുന്നുണ്ടോ, അതാണ് അഷ്ടമുടിക്കായൽ. നമ്മൾ ഇനി നേരെ കയറി ചെല്ലുന്നത് അങ്ങോട്ടാണ്. നിന്ന നിൽപ്പിൽ സ്വഭാവം മാറണ കായലാണ് അത്ര അഷ്ടമുടിക്കായൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഒരുപാട് റീൽസും ഷോർട്സും ഒക്കെ ഈ സ്ഥലത്തിനെ പറ്റി കറങ്ങി നടക്കുന്നുണ്ട്, വിസിറ്റേഴ്സൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റും കാര്യങ്ങളൊന്നും കായലിൽ കൊണ്ടുപോയി ഇടരുത്. നമ്മൾ ആയിട്ട് അത് പൊല്യൂട്ട് ചെയ്യാതെ നോക്കുക. ഒത്തിരി ജീവജാലങ്ങൾ വാഴുന്ന സ്ഥലമാണ്, അവരുടെ വീടാണ്. സോ അത് ഓർക്കുക, നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റൊന്നും അവിടെ ഡംപ് ചെയ്യാൻ നിൽക്കരുത്. ദാ ആ കാണുന്ന സ്ഥലമല്ലേ, അതിൻ്റെ ബാക്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവരവിടെ നിർത്തി തരും കേട്ടോ. ആവശ്യത്തിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പയ്യെ തിരിച്ച് റിട്ടേൺ അടിക്കും. എന്തായാലും ഓൾ ടുഗെദർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് സൂപ്പർ. ഒത്തിരി എൻജോയ് ചെയ്തു ഈ ഒരു ട്രാവൽ. നമ്മൾ മൊത്തം 3 സ്ഥലങ്ങളിലാണ് അന്ന് പോയത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡെസ്റ്റിനേഷൻ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പാർട്ട് 2 ആയിട്ടിടാം. എല്ലാം കൂടി ഇതിലിട്ടിട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ടിൽ ദെൻ ദിസ് ഈസ് യാത്ര ക്രേവിങ്സ് സൈനിങ് ഓഫ്. അപ്പം ശരി എന്നാൽ ബൈ.